ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഏതോ സിനിമയിൽ കേട്ടിട്ടില്ലേ, വന്ന് വന്ന് കുട്ടിശേഖരനോട് എനിക്ക് ചില പ്രേമമൊക്കെ തുടങ്ങിയിട്ടുണ്ട് എന്നൊക്കെ. നമ്മുടെ ചിത്രം എന്ന സിനിമയിലൊക്കെ അവർ ഭയങ്കര ജഗടയായിരുന്നു, അവസാനം അവർ തമ്മിൽ സ്നേഹമായി. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ കേട്ടില്ലേ, അങ്ങനെയൊക്കെ ഒഴിച്ചോളൂ എന്നെല്ലാം പറഞ്ഞ ആ ഒരു സംഭവങ്ങൾ. അപ്പോൾ അതുപോലെയാണ് ഇപ്പോൾ ഹയർ ചോളുകളുടെയും അവസ്ഥ എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ പറയുന്നത് കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതോ ഒരു DTP ചെയ്ത പിന്നെ കോടതിയുടെ രേഖ കാണിച്ചിട്ട് ഇതാ നന്ദകുമാറിനെയും ക്രൈമല്ല കർമ്മ ന്യൂസിനെയും നമ്മൾ പൂട്ടി. അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾ ഈ പൂട്ടാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഒന്ന് സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇതായിരുന്നു ഒരുപാട് ആൾക്കാർ എനിക്ക് വാട്സപ്പ് ചെയ്തിരുന്നത്. അതാ ഇപ്പോൾ ഇന്ന് പുതിയതായിട്ട് വന്നിരിക്കുന്നത് അതും പിന്നെ നോട്ടെ, അത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വെയിറ്റ് രതീഷ് ആർ മേനോൻ്റെ ഒരു പിന്നെ സ്ക്രീൻഷോട്ടൊക്കെയാണ് എടുത്തിട്ടാണ്. സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് വ്യക്തിഹത്യ നടത്തുന്നവർക്ക് ഇതൊരു ആദ്യ പാഠം. അപ്സര റെഡ്ഡി നൽകിയ മാനനഷ്ട കേസ് യൂട്യൂബർ 50 ലക്ഷം നൽകണമെന്ന് മദ്രാസ് ഹൈക്കോടതി. അപ്പോൾ ഇതും ഏതോ ഇവരുടെ ഫാക്ടറിയിൽ ഇങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം, നിങ്ങളെ ആരെയും വ്യക്തി അധിക്ഷേപം ചെയ്യരുത്, മാനനഷ്ട കേസ് വരും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളോട് സ്നേഹമില്ല ആൾക്കാർ ഇതൊക്കെ നമുക്ക് ലീക്കാക്കി തരുന്നതാണ്. അപ്പോൾ ശരിയാണ്, നമ്മൾ വ്യക്തി അധിക്ഷേപം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള നടപടികൾ സ്വീകരിക്കുക വേണം അല്ലേ. പക്ഷേങ്കിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വ്യക്തി അധിക്ഷേപം എന്നും കൂടി ചിലപ്പോൾ കോടതി ചോദിക്കും. എന്താണ് വ്യക്തി അധിക്ഷേപം ചെയ്തത്? ഈ ഒരു മണീച്ചൻ കമ്പനിക്കെതിരെ വീഡിയോ ഇടുന്നത് വ്യക്തി അധിക്ഷേപമാവുമോ എന്ന് ചിലപ്പോൾ കോടതി ചോദിക്കും. മോനെ അശ്വിനെ, വാട്ട് ഈസ് യുവർ ബിസിനസ് പ്ലാൻ എന്ന് ചോദിച്ച പോലെ ചോദിക്കും. എന്നാലും പിന്നെ കൃത്യമായിട്ട് മറുപടി പറയാൻ കഴിയണം. അശ്വിനെ, എന്താണ് നിങ്ങളുടെ ബിസിനസ് പ്ലാൻ? പറയൂ അശ്വിനെ, എന്താണ് ബിസിനസ് പ്ലാൻ? എന്തുകൊണ്ടാണ് നിങ്ങൾ ബഡ്സ് കോടതിയിൽ പോകാത്തത്? ഞാൻ പറഞ്ഞിട്ടില്ലേ, അതിൻ്റെ അഡ്രസ്സും കാര്യങ്ങളും വഴിയൊക്കെ പറഞ്ഞില്ലേ, പോകേണ്ട ബസ്സിൻ്റെ നമ്പറൊക്കെ പറഞ്ഞതില്ലേ, പിന്നെ എന്താ നിങ്ങൾ പോവാതെ? നീ ഇന്നലെയും വന്നു, ഇന്നും വന്നു, ഇനി നാളെയും വരും, മറ്റന്നാളും വരും, ഇതിങ്ങനെ വന്നിട്ട് കാര്യമില്ല അശ്വിനെ എന്ന് പറഞ്ഞ പോലെ. സോറി, ആ വക്കീലിൻ്റെ പേര് പറയാൻ കുറച്ച് മോശമുണ്ട്. അദ്ദേഹം ഇതിൻ്റെ ഇരയാണ്. അദ്ദേഹവും ഇതുപോലെയുള്ള നാറിയ കമ്പനിക്ക് വേണ്ടിയിട്ട് വാദിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ വിലപ്പെട്ട സമയം നഷ്ടപ്പെടുത്തിയ ഒരാളാണ്. അതുകൊണ്ടാണ് നീയായി നിൻ്റെ പാടായി, ഇനി നീ ഈ കേസ് അന്വേഷിക്കാൻ ഞാനില്ല, ഈ കേസ് വാദിക്കാൻ ഞാനില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ഒഴിഞ്ഞു മാറിയത്. അപ്പോൾ എന്തായാലും പിന്നെ അപ്സര റെഡ്ഡി നൽകിയ മാനനഷ്ട കേസ് യൂട്യൂബർ 50 ലക്ഷം നൽകണമെന്നുള്ള മദ്രാസ് കോടതി വിധിയൊക്കെ നമ്മൾ പണ്ടേ കേട്ടതാണ്. നമ്മൾ ഈ പത്രം വായിക്കുന്നതൊക്കെ ഇതിലുള്ളതുകൊണ്ട് നിങ്ങളോട് ചിലപ്പോൾ നിങ്ങളുടെ മൊയലാളി പറഞ്ഞിട്ടുണ്ടാവും, ഇന്നു മുതൽ എല്ലാവരും മാതൃഭൂമി ബഹിഷ്കരിക്കണം, നമ്മുടെ പരസ്യം വാങ്ങി നമ്മൾക്കെതിരെ വാർത്ത കൊടുക്കുന്നു, അപ്പോൾ അവനൊരു പണി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. വേറൊരു കാര്യം എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇവിടെ മൊയലാളി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി ആരും മറ്റേ നമ്മൾക്കെതിരെ നെഗറ്റീവ് പറയുന്ന, നമ്മുടെ കമ്പനിയെ മോശം പറയുന്ന ആൾക്കാരുടെ വീഡിയോ കാണരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ മല്ലു ടീൻസ് അങ്ങനെ എന്തോ ആണ് അവരുടെ, മല്ലു ടീൻസ് 4 എന്നിട്ട് പറഞ്ഞ ഒരു സ്ത്രീ വീഡിയോ ഇട്ടപ്പോൾ ഇവരുടെ 1.8 കോടി സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് പാർട്ട്നേഴ്സ് മൊയലാളിമാർ എന്നൊക്കെ പറയുന്നത് വെറും പച്ചക്കള്ളമാണെന്നും അത് വെറും ഐഡികളാകാൻ സാധ്യതയുണ്ടെന്നും ഒരുപാട് ആൾക്കാർ, ഒന്നിൽ കൂടുതൽ ആർത്തി മൂത്തിട്ട പണ്ടാരടങ്ങിയ ആൾക്കാർ 10,000 അല്ല 10 ലക്ഷം അല്ല പറ്റുമെങ്കിൽ 10 കോടി വരെ ഇടാൻ സാധ്യതയുണ്ടെന്നും, അതുപോലെ 4,000 ഇട്ട ഹോമിയോ ഡോക്ടർ ഉണ്ടെന്നും, 3 കോടി ഇട്ട മറ്റൊരു ഡോക്ടർ ഉണ്ടെന്നും, കോടിക്കണക്കിന് രൂപ ഇട്ട ഒരു എന്താണ് ജോൾസ്യൻ്റെ ഒക്കെ കാര്യം ഒന്ന് കവടി നിരത്തിയിട്ട് നോക്കിക്കൂടെ? ഈ കുഞ്ഞ് എത്ര കാലം വരെ ജീവിക്കും, ഈ ഹൈറേജ് എത്ര കാലം വരെ ഉണ്ടാവും എന്നൊക്കെ നിങ്ങൾ കവടി നിരത്തി നോക്കിയിട്ടുണ്ടെങ്കിൽ
അതിനൊരു ചെറിയ സമയം നിങ്ങൾ ചിലവഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പൈസ പോവായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ കാണുന്നതുകൊണ്ട് ഇത്തരം മാനനഷ്ട കേസുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ നിങ്ങളുടെ മുതലാളിൻ്റെയോ അല്ലെങ്കിൽ പ്രതാപൻ ദൈവത്തിൻ്റെയോ ആരുടെയും പടം ഇടാറില്ല. എന്തിനാണ് വെറുതെ പടം ഇടുന്നത്? നമ്മൾ പറഞ്ഞാൽ മാത്രം മതിയല്ലോ. അതുപോലെ തന്നെ നമ്മുടെ ഗ്രേറ്റ് ലീഡർ സിംബത്തിൻ്റെ പോലും ഞാൻ പടം ഇട്ടില്ല. പടമൊക്കെ ഇങ്ങനെ ഒരുപാട് സിംബത്തിൻ്റെ പടമൊക്കെ ഉണ്ട്. പക്ഷേങ്കിൽ അതൊന്നും നമ്മൾ ഇടാൻ നിൽക്കാറില്ല. നമുക്കറിയുന്ന കാര്യങ്ങൾ പറയുന്നു, അത് കുറച്ചൊക്കെ ആൾക്കാർക്ക് ഉപകാരമുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് നിങ്ങളുടെ ഭീഷണിക്കോ ഇതുപോലെയുള്ള ഇൻഡാസുകൾ കടലാസുകൾ കാണിക്കുമ്പോഴൊന്നും നമ്മൾ ഭയപ്പെടാതെ. നിങ്ങൾക്കറിയോ 7000 രൂപയുടെ മൊബൈൽ നഷ്ടപ്പെട്ടിട്ട് കേസിന് പോയ ആളാണ് ഞാൻ. 7000 രൂപയുടെ മൊബൈൽ സർവീസിന് കൊടുത്തപ്പോൾ അത് തകരാറാക്കിയിട്ട് കൺസ്യൂമർ കോർട്ടിൽ കേസിന് പോയവനാണ് ഞാൻ. അത് പണ്ട് ഒരു 10-20 കൊല്ലം മുമ്പേ. അതുകൊണ്ട് കോടതിയും കാര്യങ്ങളും നമുക്കൊരു ഇല്ല വിഷയമല്ല. പണ്ട് ബാംഗ്ലൂർ പഠിക്കുന്ന സമയത്ത് ക്ലാസ് കട്ട് ചെയ്തിട്ടപ്പോൾ പോലീസ് പിടിച്ചപ്പോൾ കന്നഡക്കാരാണല്ലോ. അപ്പോൾ അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. പിന്നെ ലാസ്റ്റ് പേരും അഡ്രസ്സും സ്പെല്ലിങ് അടക്കം പറഞ്ഞു കൊടുത്തത് ഞാനാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാകുമ്പോൾ നമ്മുടെ സുഹൃത്തുക്കളെ പറഞ്ഞു, നീ എന്ത് പൊട്ടനാണ്, നീ എന്തിനാ ഈ സ്പെല്ലിങ്ങൊക്കെ പറഞ്ഞു കൊടുത്തിട്ട്, അഡ്രസ്സും കാര്യങ്ങളൊക്കെ എന്തിനാ സ്പെല്ലിങ്ങൊക്കെ പറഞ്ഞു കൊടുത്തത്. അപ്പോൾ അതാണ് കാര്യം. നേരെ പോ. ഈ തട്ടിപ്പും തിരിപ്പും ആൾക്കാരെ പറ്റിക്കലും നമുക്ക് പണ്ടേ ഇല്ല. പറഞ്ഞു വരുന്നത് അതാണ്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു ആളെ കാണിച്ചിട്ട് ഇത് നമ്മുടെ ഓഫീസാണെന്നും പറഞ്ഞിട്ട് ഭാര്യയുടെ പേര് റീന എന്നും ഭർത്താവിൻ്റെ പേര് നാരായണനുമാണെങ്കിൽ നാറി അസോസിയേറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു GST നമ്പറും ഉണ്ടാക്കിയിട്ട് അവിടെ ഭയങ്കരമായിട്ട് ഒരുപാട് ആൾക്കാരെ കണ്ണി ചേർത്തിട്ട് ഇൻകം ടാക്സ് വെട്ടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കമ്പനികൾ, അത് ഇവർ പറയുന്ന മൾട്ടി പോയിൻ്റ് മർക്കൻറ്റൈൽ സിസ്റ്റം, ഇങ്ങനെ വല്ല മച്ചുമ്പിലോ ആലയോ കാണിച്ചിട്ട് അതൊക്കെ ഓഫീസാണെന്ന് പറഞ്ഞിട്ട് GST നമ്പറും എടുത്തിട്ട് ഇങ്ങനെ കുറേ കമ്പനികളുണ്ടായിരുന്നു. ഒരു തട്ടിപ്പ് കമ്പനിയുടെ കീഴെ ഇങ്ങനെ 100 കണക്കിന് കമ്പനികൾ ഭാര്യയുടെ പേരും ഭർത്താവിൻ്റെ പേരും ഒക്കെ ചേർത്തിട്ട്, ഞാൻ പറഞ്ഞ എക്സാമ്പിൾ മനസ്സിലായല്ലോ. ഭർത്താവിൻ്റെ പേര് നാരായണെന്നും ഭാര്യയുടെ പേര് റീന എന്നുമാണെങ്കിൽ നാറി അസോസിയേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് പിന്നെ എല്ലാവരും ആ ഒരു ഇതിലേക്കായിരിക്കും. അപ്പോൾ ഇതുപോലെയാണ് ഒരു പ്രൊഡക്റ്റും വിൽക്കാതെ ഇവർ പറയുന്നത് കസ്റ്റമർ ക്രിയേഷനാണ്. എന്താണ് കസ്റ്റമർ? ഇതുപോലെ മണി ചെയിനാണ് കസ്റ്റമർ. നിങ്ങൾക്ക് ഇതുപോലെ ധനസമാഹരണത്തിനാണെങ്കിൽ നിങ്ങൾക്ക് വല്ല ബാങ്ക് തുടങ്ങിയപ്പോഴേ, പ്രൈവറ്റ് ബാങ്കുകൾ തുടങ്ങിയപ്പോഴേ. ഇത് ചായപ്പൊടിയും പഞ്ചസാരയും വിൽക്കുന്നതാണെന്ന് പറഞ്ഞ് തുടങ്ങുകയും നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ആൾക്കാരിൽ നിന്ന് പണം സമാഹരിക്കുന്നത്? എങ്ങനെയാണ് നിങ്ങൾക്ക് പണം കിട്ടുന്നത് എന്ന കാര്യം ഇപ്പോൾ ഒട്ടുമിക്ക ആൾക്കാർക്കും മനസ്സിലായിട്ടുണ്ട്. നമ്മൾ പിരിച്ച പൈസ തന്നെയാണ്, നമ്മുടെ പൈസ തന്നെയാണ് ഇങ്ങനെ വീതിച്ച് തരുന്നതെന്നും നമ്മൾ ചേർത്ത ആളുടെ പൈസയാണ് നമുക്ക് കിട്ടുന്നതെന്നും ആൾക്കാർ മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളുടെ ഡയറക്റ്റ് അപ്ലൈൻ ഫോൺ എടുക്കാത്ത സമയത്ത് അതിൻ്റെ മുകളിലുള്ളവനെ എൻ്റെ പുരക്ക് പോയിട്ട് എൻ്റെ 10,000ൻ്റെ വിഹിതം നിനക്കും കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് നീ തരണം പൈസ എന്ന് ചോദിക്കാൻ തുടങ്ങിയത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലായി ഞാനൊരു 10,000ൻ്റെ ഡിജിറ്റൽ ID അടിക്കുമ്പോൾ എൻ്റെ മുകളിലുള്ള 18 ആൾക്കാർക്ക് ഇത് വീതിച്ച് പോവുകയാണ് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലായി. അതുകൊണ്ടാണ് ഡയറക്റ്റ് അപ്ലൈൻ ഫോൺ എടുക്കാത്തപ്പോൾ അതിൻ്റെ മുകളിലുള്ള ആളുടെ പുരയെ പോയിട്ട് പൈസ ചോദിക്കുന്ന അവസ്ഥ ഇപ്പോൾ ഉണ്ടാകുന്നത്. അതിനുള്ള കാരണം അവർക്ക് വ്യക്തമാണ്, ഇത് മണി ചെയിനാണ് എന്ന്. നാണക്കേടാടോ മണി ചെയിനൊക്കെ ചെയ്തിട്ട് ഉള്ള പൈസ എടുത്തിട്ട് നാണക്കേടായില്ലേ? ഇത് കക്കൂസ് തുരന്നിട്ട് കള്ളനായി എന്ന് പറഞ്ഞ പോലെയാണ്. ബാങ്കിൽ നിന്നൊക്കെ ലോൺ എടുത്തിട്ട് ഇത്രയും നാണക്കേട് വരുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അപ്പുറം വേറെ എന്താ ഉള്ളത്? നിങ്ങൾക്കറിയോ, കഴിഞ്ഞ ഒക്ടോബർ 23 ഇവരുടെ ലോകത്തെ 1-ാം നമ്പർ OTT പ്ലാറ്റ്ഫോമിൽ അവസാനമായിട്ടൊരു സിനിമ വന്നത്.
അതാണ് നദികളിൽ സുന്ദരി യമുന. 23/10/2023. അത് കഴിഞ്ഞിട്ട് എത്ര ദിവസമായി? 2000-ഉം 5 ലക്ഷവും ഒക്കെ എടുത്തിട്ട് OTTയുടെ സബ്സ്ക്രിപ്ഷൻ എടുത്തവർക്ക് ഒരു സിനിമ കാണാനുള്ള അവസരം വേണ്ടേ? ഒരു മാസത്തിൽ ഒരു സിനിമയെങ്കിലും കാണണ്ടേ? അല്ലെങ്കിൽ ഈ പാനിക്കായ സമയത്ത് ഒരു സിനിമ കാണണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എന്ത് സിനിമ കാണും നമ്മൾ? തെലുങ്ക് സിനിമയോ? അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇത് പറഞ്ഞ് അങ്ങ് എത്തിപ്പോയി. ഞാനൊരു ചെറിയ വീഡിയോ ആയിരുന്നു ഉദ്ദേശിച്ചത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ അപ്ഡേറ്റ്സുകളും ആൾക്കാരുടെ കാര്യങ്ങളൊക്കെ നമുക്കൊരു ഉച്ചയ്ക്കൊരു ലൈവ് വരാം 2 മണിക്ക് അല്ലേ? ബൈ.